ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്ക പ്രഥമൻ. ചക്ക പ്രഥമന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കച്ചുള മിക്സിയിൽ അരച്ചത്, ശർക്കരപ്പാനി, നെയ്യ്, തേങ്ങയുടെ 1-2 പാൽ, കാഷ്യൂ, റെസിൻസ്, ചുക്ക് പൊടിച്ചത്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ കാഷ്യൂ, ഉണക്കമുന്തിരി നെയ്യിൽ വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇനി മറ്റൊരു പാനിൽ അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ മിക്സിയിൽ അരച്ചെടുത്ത ചക്ക ചേർക്കുക. 20 ചക്കച്ചുള വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത പൾപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചക്ക മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ചക്കയുടെ കഷ്ണങ്ങൾ നമുക്ക് കിട്ടണം. ഒരു 5 മിനിറ്റ് ഈ പൾപ്പ് നെയ്യിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 3 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പായസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പായസം നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഈ പരുവം ആയതിനു ശേഷം 1-ാം പാൽ ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പായസം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്തിളക്കാം. നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യിൽ വറുത്ത കാഷ്യൂവും റെസിൻസും പായസത്തിൻ്റെ മുകളിൽ വിതറാം. ചക്ക പ്രഥമൻ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.